കൊല്ലം ചടയമംഗലത്ത് മദ്യലഹരിയിൽ മധ്യവയസ്കനെ തലയ്ക്കടിച്ചു കൊന്നു. ചടയമംഗലം സ്വദേശി നൌഷാദാണ് കൊല്ലപ്പെട്ടത്. പ്രതിയായ കരകുളം സ്വദേശി ദിജേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഞങ്ങൾ രാവിലെ ഇവിടെ വന്ന ഉടനെ ഇറങ്ങി ഓടുന്നു. അങ്ങനെ വെള്ളം കെട്ട് പേളിലോട്ട് കയറി ചെന്നപ്പം സൗണ്ട് കേട്ട് പേളിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ഒരുത്തൻ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കാണുന്നത്. അപ്പോഴത്തന്നെ ഞങ്ങൾ പോലീസിനെ അറിയിച്ചു. അങ്ങനെ പോലീസുകാർ വന്ന് അവരെ എടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. നേരത്തെ നമ്മൾ പരിചയമുള്ളൊരു കക്ഷിയാണ് ഇവിടെ വരുന്ന ഒരുത്തനായിരുന്നു. ലിജോ റോളൻസ് കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. ലിജോ, ഇത് എപ്പോഴായിരുന്നു സംഭവം? എന്താണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള കാരണം? ആരാണ് കൊല്ലപ്പെട്ടത്? അമൃത, ചടയമംഗലം ബിവറേജസിന് സമീപം അടഞ്ഞുകിടക്കുന്ന കള്ള് ഷാപ്പിലായിരുന്നു ഈ കൊലപാതകം നടന്നത്. ഏറെ നാളായി ഈ ഷാപ്പ് അടഞ്ഞുകിടക്കുകയായിരുന്നു. അടുത്ത് ബിവറേജസ് ഉള്ളതുകൊണ്ട് തന്നെ പലരും മദ്യം വാങ്ങിയതിനു ശേഷം ഇവിടെ വന്നിരുന്ന് കുടിക്കുമായിരുന്നു. ഇവരും, അതായത് ഈ നൌഷാദും ദിജേഷും ഇത്തരത്തിൽ മദ്യപിച്ചതിന് ശേഷം തമ്മിൽ സംഘർഷമുണ്ടായി. ഈ പണം നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് ദിജേഷും നൌഷാദും തമ്മിലൊരു സംഘർഷമുണ്ടായത്. തുടർന്ന് കയ്യേറ്റമുണ്ടാവുകയും നൌഷാദ് നിലത്ത് വീഴുകയും ചെയ്തു. നിലത്ത് വീണ നൌഷാദിന്റെ തലയിൽ സിമന്റ് കട്ട കൊണ്ട് അടിച്ചാണ് കൊല നടത്തിയതെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. ഈ അറ്റകുറ്റപ്പണികൾ മറ്റും നടത്തുന്നതിനായി ഷാപ്പുടമ എത്തുന്ന സമയത്താണ് ഈ ഇത്തരത്തിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന നൌഷാദിനെ കണ്ടത്. ആ സമയത്ത് തന്നെ ഒരാൾ ഇറങ്ങി ഓടുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ പോലീസിനെ വിവരം അറിയിച്ചിട്ട് പോലീസ് എത്തുകയും ഒപ്പം തന്നെ ഈ നൌഷാദിനെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ദിജേഷിനെ ചടയമംഗലം പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. നൌഷാദിന്റെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. നൌഷാദ് ആ നാട്ടുകാരൻ തന്നെയാണ്. ഷാപ്പുടമ ഉൾപ്പെടെയുള്ള ആളുകൾക്കെല്ലാം അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് നൌഷാദ്. ശരി, ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്.